അങ്ങേറ്റത്തെ ചെറിയ പെടൽ എന്തോടെ അത് ഏത് കാലം ഡൗട്ടുണ്ട് നടുക്കത്തെ പെടൽ എന്തോ ഇങ്ങേറ്റത്തെ പെടൽ എന്തോ ക്ലച്ച് ഏത് കാലം ഡൗട്ടുണ്ട് ലെഫ്റ്റ് ബ്രേക്ക് ഔട്ടുണ്ടത് റൈറ്റ് ക്ലച്ച് അമർത്തി ഓടിക്കുക ക്ലച്ച് ഫുള്ളായിട്ടുണ്ട് ഇതാണ് ഗിയർ ലിവർ ഇതിനകത്ത് ഒരുപാട് ബലം പിടിക്കരുത് എപ്പോഴും ന്യൂട്രലാണെന്ന് നോക്കിയാണ് വണ്ടി സ്റ്റാർട്ട് ചെയ്യുന്നത് ന്യൂട്രലാണെങ്കിൽ പ്ലേ കാണും ഫസ്റ്റ് ഗിയർ ഇടാൻ പറയുമ്പോൾ എന്ത് ചെയ്യണം മാക്സിമം ഇടത്തോട്ട് തള്ളി നേരെ മേപ്പോട്ട് ഫസ്റ്റ് സെക്കൻഡ് ആക്കാൻ പറയുമ്പോൾ ന്യൂട്രൽ സെക്കൻഡ് തേർഡ് ആക്കാൻ പറയുമ്പോൾ ന്യൂട്രൽ തേർഡ് ഫോർത്ത് ഗിയർ ഇടാൻ പറയുമ്പോൾ ന്യൂട്രൽ ഫോർത്ത് ഇപ്പോൾ നമ്മളൊരു ബൈക്കിൽ പോയിക്കൊണ്ടിരിക്കുകയാണ് ബൈക്കിൽ പോകുമ്പോഴില്ല ഇപ്പോൾ നമ്മൾ 4ാമത്തെ ഗിയറിലാണ് പോകുന്നതെന്ന് വിചാരിച്ചു 4ാമത്തെ ഗിയറിൽ പോകുമ്പോൾ നമുക്ക് സെക്കൻഡ് ഗിയറിൻ്റെ വേഗതയായി അപ്പോൾ നമ്മളെങ്ങനെയാണ് 2ാമത്തെ ഗിയറിലോട്ട് വരുന്നത് എങ്ങനെയായിരിക്കും ഏത് ഗിയറിലോട്ട് ആദ്യം വരുന്നത് തേടി വന്നിട്ടില്ല പോകുന്നത് ഇതിപ്പോൾ എത്രാമത്തെ ഗിയർ കിടക്കുമോ ഫോർത്ത് ഇനിയിപ്പോൾ നമുക്ക് 4ാമത്തെ ഗിയറിൽ പോകണമെങ്കിൽ എന്ത് ചെയ്യണം ന്യൂട്രലാക്കി ഇങ്ങോട്ട് കൈതള്ളി നേരെ സെക്കൻഡിലോട്ട് വരാം തേടി ടച്ച് ചെയ്യാതെ തന്നെ നമുക്ക് സെക്കൻഡിലോട്ട് പോകാൻ പറ്റും ടെൻഷൻ ഉണ്ടോ അതിനൊക്കെ നിന്റെ മുഖത്തെ എക്സ്പ്രഷനിൽ മനസ്സിലാവുന്നുണ്ട് ന്യൂട്രലാണോ നോക്ക് ക്ലച്ച് അമർത്തി അടിക്കാൻ പോലെ അമർത്തി ഫസ്റ്റ് ഇട്ടണം സെക്കൻഡ് ആക്കണം തേർഡ് ആക്കണം ബലം പിടിക്കല്ലേ ഫോർത്ത് ആക്കിക്കും ന്യൂട്രലാക്കണം ക്ലച്ച് ചെയ്ത കാലം മാറ്റും മനസ്സിലായില്ലേ ആക്സിലേറ്റ് ഏത് കാലം ഉണ്ട് ഔട്ടുണ്ട് ബ്രേക്ക് ഔട്ടുണ്ട് ക്ലച്ച് ഔട്ടുണ്ട് താക്കോല് ജസ്റ്റ് ഒന്ന് ഓണാക്കിക്കട സ്റ്റാർട്ട് ചെയ്യരുത് ജസ്റ്റ് ഒന്ന് ഓണാക്കുക ഒന്നുകൂടെ ഓണാക്കുക ഇതാ ലിവർ കണ്ട അങ്ങേറ്റത്തെ നേരെ മേപ്പോട്ട് പൊക്കിക്കാതെ ഇപ്പം ഇൻഡിക്കേറ്റർ എങ്ങോട്ടാണ് വീണത് ലെഫ്റ്റ് താഴോട്ട് തട്ടിക്കുക ഇപ്പം എങ്ങോട്ട് വീണു ഇൻഡിക്കേറ്റർ റൈറ്റ് മനസ്സിലായോ ഇൻഡിക്കേറ്ററിൻ്റെ പൊസിഷൻ എല്ലാം മനസ്സിലായോ ഇൻഡിക്കേറ്റർ ഓഫ് ചെയ്ത് സ്റ്റിയറിംഗ് പിടിക്കേണ്ട രീതി എന്ന് പറയുമ്പോൾ 10 രീതിയിൽ സ്റ്റിയറിംഗ് പിടിക്കാവുള്ളൂ തിരിക്കാൻ പറയുമ്പോൾ കൈയെടുത്ത് മാറ്റിയേ തിരിക്കാവുള്ളൂ അതല്ല ഇത് ഹോണാണ് മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടില്ലാത്ത രീതിയിൽ ഹോൺ അടിക്കാവുള്ളൂ മനസ്സിലായോ ഇനി ഹാൻഡ് ബ്രേക്ക് ഇടുന്ന രീതി പറഞ്ഞുതരാം ഇതിപ്പോൾ ഹാൻഡ് ബ്രേക്ക് കിടക്കുവാണ് ഇപ്പോൾ നമ്മൾ ഹാൻഡ് ബ്രേക്ക് ഫ്രീ ആക്കണമെങ്കിൽ എന്ത് ചെയ്യണം ഇത് ജസ്റ്റ് നേരെ മേപ്പോട്ട് പൊക്കിയിട്ട് ഇത് ഫ്രീ വേണ്ട ഇങ്ങനെ ഫ്രീ ആക്കിയിട്ട് നേരെ താത്താം ഇടാൻ പറയുമ്പോൾ നെക്കാതെ നേരെ മേപ്പോട്ട് വലിക്കണം ഒന്ന് ചെയ്ത് നോക്കിക്കടാ നേരെ മേപ്പോട്ട് പൊക്കി പിടിക്കാം എന്നിട്ട് താത്ത് ഓക്കെ ഇനി ഇത്രയേ ഉള്ളു കാര്യം മനസ്സിലായി ഇപ്പൊ ഹാൻഡ് ബ്രേക്കിൽ കിടക്കുവാണ് മനസ്സിലായില്ലേ ഇതിന്റെ ഹെഡ്ലൈറ്റിന്റെ കാര്യങ്ങളെല്ലാം അറിയാം നിനക്ക് അതിനകത്ത് തന്നെ നമ്മള് കുഞ്ഞു പിള്ളേരെ ചെവി പിടിച്ച് ഞെരടത്തില്ല അതേപോലെ അതിന്റെ ചെവി പിടിച്ചൊന്ന് ഞെരടിക്കാൻ ഇത് കണ്ട ഇതേപോലെ ഇതിപ്പോ പാർക്കാണ് ഒന്നുകൂടെ തിരിക്കുമ്പോഴാ ഹെഡ്ലൈറ്റ് ഫുള്ളായിട്ട് 2 ബൾബും ഫുള്ളായിട്ട് തെളിയും മനസ്സിലായോ ഓഫ് ചെയ്യുന്നത് അതേപോലെ തന്നെയാണ് ഇപ്പൊ അഥവാ ഇപ്പൊ നമ്മളിപ്പോ ഒരു വണ്ടി ഓവർടേക്ക് ചെയ്യുമ്പോൾ പാസ് അടിച്ച് കാണിക്കുന്നതെല്ലാം കണ്ടിട്ടില്ല ശരിക്കും അങ്ങനെ ഒരു നിയമമൊന്നും ഇല്ല പിന്നെ ഒരു ജസ്റ്റ് എങ്ങനെ കയറി വരുന്നതെന്ന് പറയുന്നത് ശരിക്കും അങ്ങനെ ഒരു സംഭവം ഇല്ല പാസ് അടിക്കുന്ന പറയുമ്പോൾ ഇതണ്ട ഇങ്ങനെ ആക്കി കൊടുത്താൽ മതി കണ്ട താഴോട്ടും മേളിലോട്ടും കണ്ട ഇങ്ങനെ പാസിങ് ഇത് വൈപ്പറാണ് വൈപ്പർ എന്ന് പറയുമ്പോൾ ജസ്റ്റ് നമ്മൾ ഇപ്പൊ ഗ്ലാസ്സിൽ വെള്ളം ഇല്ലാത്തവർ നമുക്ക് ഇട്ട് കാണിച്ചു തരാൻ പറ്റത്തില്ല ഇതിൽ തന്നെയാണ് അതിന്റെ ഫംഗ്ഷൻ എല്ലാം ജസ്റ്റ് മേപ്പോട്ടാക്കി കഴിഞ്ഞാൽ അതിന്റെ ഒരു സ്പീഡ് പിന്നെ ഇച്ചിരി കൂടെ മേപ്പോട്ടാക്കി കഴിഞ്ഞാൽ അതിനൊക്കെ ഇച്ചിരി കൂടെ സ്പീഡ് പിന്നെ ഒന്നുകൂടെ പോയി അതിന്റെ സ്പീഡ് വേറെ നമ്മൾ നോക്കുന്നത് മനസ്സിലായോ ക്ലച്ച് അമർത്തി ചോദിക്കാമനെ ന്യൂട്രലാണോ നോക്കിക്കുക കാല് മാറ്റുമോനെ സ്റ്റാർട്ട് ചെയ്തടാ ഇപ്പൊ നിനക്ക് ജസ്റ്റ് ഒന്ന് ഈ കാര്യങ്ങളെല്ലാം ഒന്ന് മനസ്സിലാക്കുന്നില്ല ഇന്ന് വിദ്യാരംഭമായിട്ട് നമുക്ക് ഒരുപാട് കാര്യങ്ങളും പറഞ്ഞ് നിന്റെ കൂടെ ഇരിക്കാൻ പറ്റത്തില്ല ജസ്റ്റ് നിനക്കൊരു ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞ് ഇനി തിയറി ആയിട്ട് ശ്യാമ് എടുക്കും നിനക്ക് ക്ലാസ് മനസ്സിലായി എന്നിട്ട് നിന്നെ നന്നായിട്ട് കറക്റ്റായിട്ട് വണ്ടി ഓടിപ്പിക്കാൻ തുടങ്ങുന്നത് ജസ്റ്റ് ഒന്ന് നിന്നെ വിദ്യാരംഭമായിട്ട് ഒന്ന് സ്റ്റാർട്ട് ചെയ്ത് വെക്കുന്നത് മാത്രമേ ഉള്ളൂ ക്ലച്ച് അമർത്തി ഓടിക്കാമനെ ഫസ്റ്റ് ഗിയർ ഇട്ടടാ ഇനി പുറകിൽ നിന്ന് വരുന്ന വാഹനത്തിന് ഒരു മുന്നറിയിപ്പ് കൊടുത്ത റൈറ്റ് ഇൻഡിക്കേറ്റർ ഇട്ടാ ക്ലച്ച് ചെയ്ത് പകുതിയോളം കാല് റിലീസ് ചെയ്ത് ഇനി ഹാൻഡ് ബ്രേക്ക് റിലീസ് ചെയ്തവനെ സൈഡ് മിറർ നോക്കിക്കേ ക്ലച്ച് ചെയ്ത് പതുക്കെ കാലോട്ട് കൊടുക്കുക വണ്ടി ഓഫ് ആകരുത് പതുക്കെ കാല് റിലീസ് ചെയ്ത് കൊടുക്കുക ഇനി എവിടെ കാല് ഇൻഡിക്കേറ്റർ ഓഫ് ചെയ്തിട്ട് പതുക്കെ ബലം ഒന്നും പിടിക്കരുത് ക്ലച്ച് ചെയ്ത് പൂർണ്ണമായിട്ടും കാലെടുത്തവനെ എടുത്താ ചെറുതായിട്ട് സ്പീഡ് കൊടുക്കും ഒരുപാട് പ്രസ് ചെയ്ത് ചെറുതായിട്ട് കാലിലൊന്നും നോക്കണ്ട നീ കേട്ടാ പതുക്കെ ആക്സിലേറ്ററിന് കാല് മാറ്റിക്കാൻ മോനെ ക്ലച്ച് ഓട്ടണ ബലം പിടിക്കരുത് ഇതണ്ട ന്യൂട്രൽ സെക്കൻഡ് ക്ലച്ച് ചെയ്ത് കാലെടുത്തവനെ നീ വണ്ടി വല്ല അനക്ക് വല്ല നോക്കിയിട്ടുണ്ടോ ക്ലച്ച് ചെയ്ത് കാലിട്ടു നീ ഇപ്പൊ ഡ്രൈവർ ചെയ്യുന്നതാണ് പേരെന്തുവരെ പറഞ്ഞാൽ അരുൺ ക്ലച്ച് ചെയ്ത് പൂർണ്ണമായിട്ട് കാലെടുത്തട പൂർണ്ണമായിട്ട് ക്ലച്ച് ചെയ്യുന്ന പൂർണ്ണമായിട്ട് കാലെടുക്കുക ഇടത് കാല് റിലീസ് ചെയ്യുന്ന ഹോൺ അടിച്ചത് നന്നായിട്ട് ഒരു മുന്നിലെ റോഡ് കാണാത്തപ്പോൾ എപ്പോഴും നമ്മൾ ഹോൺ അടിച്ചേ തിരികാവുള്ളൂ പതുക്കെ അത്ര സ്പീഡ് വേണ്ട വളയ്ക്കുമ്പോൾ ഒരുപാട് ആക്സിലേറ്റർ കൊടുക്കരുത് പതുക്കെ നേരെയാക്കി കൊടുക്കുക ചെറുതായിട്ട് സ്പീഡ് കൊടുത്തവനെ സ്പീഡ് കൊടുക്കും
ക്ലച്ച് ഓട്ടിക്കുമ്പോൾ ആക്സിഡന്റിന് കാലം മാറ്റി കൈ ഫ്രീ ആക്കി നോട്ട് തേർഡ് ക്ലച്ചിന്റെ കാലം എടുത്തവനെ പോട്ടെ ഒരേപോലെ സ്പീഡ് കൊടുക്കും പോട്ടെ. ഇപ്പൊ ഹോൾ അടിച്ചത് ഞാനാണ് കേട്ടാ. നീ ഒന്നാമത്തെ ദിവസമായിട്ട് നിനക്ക് എല്ലാ ചാൻസിലും പകുതി ചാൻസ് ഞാൻ കയറി ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ നീ തന്നെ എല്ലാ കാര്യവും ചെയ്യണം കേട്ടോ. പോട്ടെ സ്പീഡ് കൊടുത്തവനെ ഒരേപോലെ സ്പീഡ് കൊടുക്കാം. ഇതിപ്പോ എത്രാമത്തെ ഗിയറിലാണ് കിടക്കുന്നത്? ഇടുന്ന ഗിയറൊന്നും മറന്നു പോകരുത്, എപ്പോഴും ഓർത്തിരിക്കണം കേട്ടോ. പോട്ടെ മോനെ ഒരേപോലെ സ്പീഡ് കൊടുക്കണം. ആക്സിലേറ്റർ കാല് മാറ്റിക്ക്, ക്ലച്ച് ഓട്ടി ഓർത്താക്കാം, നേരെ താഴെ കാലെടുക്കാൻ പതുക്കപ്പെടും. ഫുഡെല്ലാം കഴിച്ചിട്ടാണോ വന്നത്? പറയണം. ആണല്ലേ? കാരണം എന്ന് പറഞ്ഞാല് ഇവിടെ തിരക്ക് കുറവായിരുന്നു രാവിലെ വന്നപ്പോ. പിന്നെ അതിന് 9 മണി ഒരുപാട് ആളാവും. പിന്നെ റോഡിൽ ഇറങ്ങിയാൽ തന്നെയാണെങ്കിലും തിരക്കായിരിക്കും. അപ്പൊ നമുക്ക് ഫസ്റ്റ് ദിവസം ഒന്നും പിള്ളേരെ ടെൻഷനാക്കാൻ പറ്റത്തില്ല, മനസ്സിലായോ? എന്നാൽ വിദ്യാരംഭമായിട്ട് ഒരുപാട് കുട്ടികൾ വരുന്നുണ്ട്. പഴയ പഠിച്ചു പോയ കുട്ടികളെല്ലാം ദക്ഷിണയായിട്ട് വരുന്നുണ്ട്. ഇപ്പൊ രണ്ടുപേരും ദക്ഷിണ എടുത്ത് വെച്ചിട്ടുണ്ട്, തന്നിട്ടില്ല. രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും മുഖവും നോക്കിയിരിക്കും. ഇതുവരെക്കും കയ്യിലോട്ട് കിട്ടിയില്ല. നമ്മളെ കയ്യിലോട്ട് വീണാൽ മാത്രമേ നമുക്കത് കറക്റ്റ് നമ്മുടെ ആണെന്ന് പറയാൻ മതി. അപ്പൊ അവരെ കയ്യിൽ ഇരിക്കും തോറും അവരതാണ് ആ പൈസ നമ്മുടെ കയ്യിലോട്ട് കിട്ടണം. ഒരാളുടെ പേര് ഞാൻ വേണ്ടി പറഞ്ഞുതരാം. നമ്മളിവിടെ ഒരു ഷോപ്പ് നടത്തുന്നതാണ്, ഫാസ്റ്റ് ഫുഡ് എല്ലാം നടത്തുന്നത്. സുറുമി എന്നാളുടെ പേര്. അന്യ ഒരാളുണ്ട് അവളുടെ കൂടെ വരുന്നത്. അവളുടെ പേര് എനിക്ക് റാഷിദ അങ്ങനെ എന്താണോ ഓർക്കുന്നില്ല. രണ്ടും പുറകിൽ ഇരിപ്പുണ്ട്. എന്തെങ്കിലും കേട്ടിട്ട് തന്നിട്ട് പോയാൽ മതി. നിങ്ങൾ രണ്ടുപേരും ഇല്ല, എന്റെ വീട്ടിലെ പ്രവാസിൽ വിളിച്ച് രണ്ടുപേരും കൂടെ വരുവാ. ഉറപ്പാണ്? അവളെന്താ ഇങ്ങനെയാണെങ്കിൽ വരത്തില്ല എന്നാണ്. അതെന്താ വരാത്ത? ഒന്നും തരണ്ട, ഫുഡും കഴിച്ചിട്ട് പോയിക്കോ. ആളെ എണ്ണം കൂട്ടാൻ വേണ്ടിയാ. കാരണം ഞങ്ങള് ഫുഡ് വെക്കുന്ന ബാക്കി വരും അല്ലെങ്കിൽ. പിന്നെ അവിടെ ഇപ്പൊ ഡബിൾ ഡോറിന്റെ ഫ്രിഡ്ജ് കിട്ടിക്കഴിഞ്ഞു. ഇനിയിപ്പോ നിങ്ങൾ വരുമ്പോ സെമിയുടെ ഒരു വാഷിംഗ് മെഷീൻ കൊണ്ടുവന്ന് വെച്ചാൽ ഇപ്പൊ ഇത് ഏത് ഗിയറിലാണ് കിടക്കുന്നത്? ക്ലച്ച് അമർത്തി ഓടിക്കാൻ തേടാക്കാം നേരെ.